ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ CACB-യുടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ എക്സാമുകളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ക്ലർക്കിൻ്റെ എക്സാമുകൾ നമുക്ക് എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നമ്മുടെ മുൻപിൽ പുതിയ എക്സാം ഡേറ്റുകൾ വന്നു. അപ്പോൾ എല്ലാവരും നമ്മളൊരു ഗൂഗിൾ ഫോം നമ്മളെ കമൻറ്റ് ബോക്സിൽ കൊടുത്തതിൻ്റെ അകത്ത് കുറേ സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് ആൻസറുമായിട്ട് വരാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അവരുടെ സംശയം, ഈ കഴിഞ്ഞ എക്സാമുകളുടെ ട്രെൻഡ് വെച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകൾ എങ്ങനെയായിരിക്കും, അതൊന്ന് അനലൈസ് ചെയ്ത് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു ക്ലാസ്സിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ സംബന്ധിച്ച് 3 എക്സാമുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ക്ലർക്കിന് 3 എക്സാമുകൾ. ഇത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ നമുക്ക് ഒക്ടോബർ നവംബർ മാസമായി നടന്ന എക്സാമുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ഡിസംബർ ടു ഫെബ്രുവരി നടക്കുന്ന എക്സാമുകൾ. നോക്കിക്കേ, നവംബർ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് നമുക്ക് അടുത്ത എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമുകളാകെ 3 ടയറായിട്ട് അല്ലെങ്കിൽ 3ആയിട്ടാണ് നടന്നത്. 1 സൂപ്പർ ഗ്രേഡ്, 2 സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1, അങ്ങനെ അടുത്തത് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 2 to 7, അങ്ങനെ 3 എക്സാമുകൾ നടന്നു. പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമുക്ക് 9 കാറ്റഗറി അല്ലെങ്കിൽ 8 കാറ്റഗറി ആയിട്ടാണ് ക്ലർക്കിന് തന്നെ വന്നത്. നമ്മൾ ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യുന്ന എക്സാമുകളുടെ എണ്ണം 8 എണ്ണമാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് സൂപ്പർ ഗ്രേഡ് ബാങ്കുകൾ. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. എത്രയാണ് കട്ട് ഓഫ് വന്നത്? 75 മാർക്ക് അല്ലെങ്കിൽ 74-75 മാർക്കായത് കട്ട് ഓഫ് വന്നത്. ആ ഒരു എക്സാം പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എക്സാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് കുറഞ്ഞു വന്നത്. അടുത്തൊരു രണ്ടാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ രണ്ടാമത്തെ എക്സാം വന്നപ്പോഴത്തേക്കും സ്പെഷ്യൽ ഗ്രേഡിൻ്റെ എക്സാം വന്നപ്പോൾ വളരെ ബേസ് ആയിട്ടുള്ള PYQകൾ തന്നെ കൂടുതൽ വന്നു. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ കട്ട് ഓഫ് ഇത്തിരി ഉയർന്നു പോകുവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ എക്സാമിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ PYQ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് രണ്ടാമത്തെ എക്സാം വന്നത്. ഇനി അതിനുശേഷം നമുക്ക് കഴിഞ്ഞ ദിവസം ഏറ്റവും ലാസ്റ്റ് നടന്ന നമ്മുടെ സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 2 to 7 ബാങ്കുകളുടെ എക്സാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഇതുവരെ നമ്മൾ കണ്ട ട്രെൻഡുകൾ മാറ്റിപ്പിടിച്ചുകൊണ്ട് ഇതുവരെ വന്ന എല്ലാ എക്സാമുകളുടെ നിലവാരത്തെ മറികടന്നുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് വന്നത്. ഒരുപാട് കുട്ടികൾ പറഞ്ഞു എക്സാം എഴുതുവാനായിട്ട് സമയം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് സമയം കിട്ടാത്തത്? സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡീപ്പായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചോദ്യം 1-2 ആവർത്തി വായിച്ചു വന്നപ്പോഴത്തേക്കും അവർക്ക് സമയം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾ, ഈ ഒരു എക്സാമുകളെ മുൻനിർത്തി ഇനി വരുന്ന എക്സാമുകൾക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ PYQ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് ആളുകൾ പറയാം. എന്നാൽ തന്നെ PYQകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. നിങ്ങളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ എന്തുകൂടി ചെയ്യണം? PYQ കൂടി മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിലാണ് നമുക്ക് അടുത്ത എക്സാമിന് അത് പ്രയോജനം ചെയ്യുക. കാരണം നമ്മളെ സംബന്ധിച്ച് 8 എക്സാം ഉണ്ട്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഏറെക്കുറെ 3 മാസം നീണ്ടു നിൽക്കുന്ന എക്സാമുകൾ. അപ്പം എല്ലാ കാറ്റഗറിയിലേക്കും അല്ലെങ്കിൽ എല്ലാ കാറ്റഗറിയിലൂടെ അപ്ലൈ ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇത്രയും എക്സാമുകൾ, ഇത്രയും അവസരങ്ങൾ തന്നെയാണ്. എല്ലാ എക്സാമുകൾക്കും ഒരേ കട്ട് ഓഫ് ആയിരിക്കില്ല. കാരണം അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. സോൺ തിരിഞ്ഞുള്ള എക്സാമുകളാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം, എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണമൊക്കെ ഒരുപാട് മാറ്റം വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ഒരു നിലവാരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കട്ട് ഓഫ് വരാനായിട്ടുള്ള സാധ്യത കുറവാണെന്നൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഒരു ചിട്ടയായ പഠനമാണ് നമ്മളെ സംബന്ധിച്ച്. അഡ്വാൻസ്ഡ് ചോദ്യങ്ങൾ പഠിക്കണം, PYQും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണം. ഈ തവണ എക്സാമിന് വന്ന ഒരു പാറ്റേണിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം? അതിന് ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി വേണം. കാരണം ഏതാണ് ശരി അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ആ തന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ടതെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് സാധിക്കുക.
ഇതാണ് പ്രധാനമായും CACB എക്സാമിന് അടുത്ത എക്സാമിന് പോകുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന സിലബസ് കൂടാതെ മുൻപ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കുറച്ചധികം ഏരിയകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കൊട്ടേഷൻസ്, നമ്മൾ ഏറ്റവും പ്രശസ്തരായ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പഠിച്ചു പോകേണ്ടതുണ്ട്. കാരണം ഈ കഴിഞ്ഞ എക്സാമിന്, ലാസ്റ്റ് നടന്ന ക്ലർക്കിൻ്റെ എക്സാമിന് അത്തരത്തിലുള്ള 2 ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കൃത്യമായി എന്താണ് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് 8 എക്സാമുകളുണ്ട് CACBയിൽ. അതുകൂടാതെ നമ്മളെ സംബന്ധിച്ച് ഫെബ്രുവരി 28-ന് KS കാർഡ് JCI എക്സാം, KS കാർഡ് JCI എക്സാം ഉണ്ട്. അതും നമുക്ക് 2ആയിട്ട് തരംതിരിച്ച് പറയാം. കഴിഞ്ഞ ഒരു എക്സാം KS കാർഡിൻ്റെ ആണെങ്കിൽ സിലബസ് വന്നത് എങ്ങനെയായിരുന്നു? നമുക്ക് കോർപ്പറേഷനും ഫിനാൻസുമായിരുന്നു ഉണ്ടായിരുന്നത്. JCI ആണ് എങ്കിൽ ബാങ്കിങ്, കോർപ്പറേഷൻ, പിന്നെ 2നും കോമൺ ആയിട്ടുണ്ടായിരുന്നു IT ആൻഡ് സൈബർ ലോ ആയിരുന്നു. ശരിയല്ലേ? IT ആൻഡ് സൈബർ ലോ ആയിരുന്നു. ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നു, നമുക്ക് എക്സാം ഡേറ്റ് വന്നു, അതിൻ്റെ കൂടെ സിലബസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ബാങ്കിങ്, കോർപ്പറേഷൻ, IT ആൻഡ് സൈബർ ലോ. നമ്മുടെ CSCBയിൽ നമ്മൾ പഠിക്കുന്ന കോർപ്പറേഷനും ബാങ്കിങ്ങും അത് തന്നെയാണ് നമ്മുടെ JCIക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരു ചിട്ടയായ പഠനം, ഒരു ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പഠനമുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ച് വരുന്ന ഈ 10 എക്സാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ അവസരമാണ്. ഒട്ടും പാഴാക്കാതെ, നമ്മുടെ സമയം ഒട്ടും പാഴാക്കാതെ ഇപ്പോഴേ നമ്മൾ പഠിച്ചു പോകണം. അപ്പം ഇതിനും നമ്മളെ സംബന്ധിച്ച് PYQകൾ നോക്കാം, സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞു CSCBയിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ KS കാർഡ് അല്ലെങ്കിൽ JCIക്ക് നമ്മൾ ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ നിർബന്ധമായും അല്ലെങ്കിൽ നോക്കിയിട്ട് പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ എക്സാമുകൾക്ക്, ഇപ്പോൾ കേരള ബാങ്കിൻ്റെ എക്സാം ആയിക്കോട്ടെ, അതുപോലെ JCI ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, അതിന് 2നും എന്തായിരുന്നു? ഇതേ ഒരു സെയിം സിലബസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിനാണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളായിരുന്നു കൂടുതലും വന്നത്. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സമയം മാനേജ് ചെയ്യാൻ പറ്റാതെ പോയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോകുക. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച് CSCBയുടേതും അതുപോലെ KS കാർഡിൻ്റെതും CCയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജൂനിയർ ക്ലർക്ക് ആഷൻ്റെയും അതുപോലെ JCI KS കാർഡ് അസിസ്റ്റൻറ്റ്, ഇതിൻ്റെ 2ൻ്റെയും ബാച്ചുകൾ നമുക്കുണ്ട്. ഇതിൻ്റെ കോംബോ ബാച്ചായിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം, 8921440580. ഈ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ കൃത്യമായി പഠിച്ചു പോവുക. എക്സാമുകളുടെ പാറ്റേൺ മാറിയാലും, ചോദ്യങ്ങളുടെ നിലവാരം മാറിയാലും, എന്ത് തന്നെ മാറിയാലും നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി പഠിക്കണം. നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്